ധർമ്മസ്ഥലയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. സാക്ഷി നേരത്തെ ചൂണ്ടിക്കാട്ടാത്ത പുതിയ പോയിന്റിൽ നടത്തിയ തെരച്ചിലാണ് താടിയെല്ല് ഉൾപ്പെടെയുള്ള അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റി. കാടിനുള്ളിൽ നടത്തിയ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. പതിനൊന്ന്, 12, 13 പോയിന്റുകളിൽ ഇനി പരിശോധന ബാക്കി നിൽക്കെ രാവിലെ എത്തിയ ഉദ്യോഗസ്ഥർ നേരെ കയറിയത് കാടിനകത്തേക്ക്. 11ാം പോയിന്റിൽ നിന്ന് 100 അടി അകലെ സാക്ഷി ചൂണ്ടിക്കാണിച്ച പുതിയ സ്ഥലം മാർക്ക് ചെയ്തു. തുടർന്ന് കുഴിച്ചുള്ള പരിശോധന. 12:30 ചില അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. താടിയെല്ലും അസ്ഥികളും പോളിസ്റ്റർ സാരിയുടെ ഭാഗവുമാണ് കണ്ടെത്തിയത്. പ്രാഥമിക ഫോറൻസിക് പരിശോധനയ്ക്കും മഹസർ നടപടികൾക്കും ശേഷം ഉപ്പുപുരട്ടിയ അസ്ഥികൾ ബയോസേഫ് ബാഗുകളിലാക്കി. ഇന്ന് പുതിയ പോയിന്റിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. അതിനിടെ 2000 മുതൽ 2015 വരെ ധർമ്മസ്ഥലയിലുണ്ടായ ദുരൂഹ മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചതായി ബെൽത്തങ്ങാടി പോലീസ് സമ്മതിച്ചു. 2002 മുതൽ 2012 വരെ 458 ദുരൂഹ മരണങ്ങൾ സംഭവിക്കുകയും അതിൽ ചില കേസുകളിൽ അന്വേഷണം തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് തുടർ നടപടിയില്ലെന്ന പേരിൽ പോലീസ് രേഖകൾ നശിപ്പിച്ചത്. കാലഹരണപ്പെട്ട രേഖകൾ നശിപ്പിക്കാമെന്ന ചട്ടം ചൂണ്ടിക്കാണിച്ച് കോടതി അനുമതിയോടെയാണ് രേഖകൾ നശിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. SITക്ക് മുന്നിൽ പുതിയ പരാതിയുമായി കൂടുതൽ ആളുകളെത്തി. 15 വയസ്സുള്ള പെൺകുട്ടിയുടെ പകുതി ജീർണിച്ച ശരീരം പോലീസ് ഇൻക്വസ്റ്റ് നടത്താതെ സംസ്കരിച്ചുവെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി T. ജയന്താണ് പരാതി നൽകിയത്. ഇതുവരെ കുഴിച്ചതും ഇനി കുഴിക്കാനുള്ളതുമായ സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്ന ആവശ്യവുമായി സാക്ഷിയുടെ അഭിഭാഷകൻ രംഗത്തെത്തി. എന്നാൽ കാടും പുഴയും ചേരുന്ന ഭാഗത്ത് ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതിൽ അഭിപ്രായം തേടിയ ശേഷമാകും SIT അന്തിമ തീരുമാനമെടുക്കുക. അതിനിടെ ധർമ്മസ്ഥലയിൽ മാധ്യമ വിലക്ക് പ്രഖ്യാപിച്ച ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജി B. വിജയകുമാർ റായ് കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. വിധി റദ്ദാക്കിയ ഹൈക്കോടതി കേസ് വീണ്ടും കേൾക്കാൻ കീഴ്ക്കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ജഡ്ജിയുടെ പിന്മാറ്റം. ധർമ്മസ്ഥലയ്ക്ക് കീഴിലെ കോളേജിലാണ് വിജയകുമാർ പഠിച്ചത്. ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന അഭിഭാഷകന്റെ ജൂനിയറുമായിരുന്നു വിജയകുമാർ. അതിനാൽ കോടതി മാറ്റണമെന്ന ആവശ്യം അഭിഭാഷകരും ഉന്നയിച്ചിരുന്നു. നേരത്തെ മാർക്ക് ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി സാക്ഷി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.